ഓം നമ ശിവായ. നാളെ ശുഭമാണോ എന്നുള്ള പ്രതിദിന ജ്യോതിഷ പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ വിശ്വാസികളെയും ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള പ്രാർത്ഥനയോടുകൂടി വളരെ സ്നേഹത്തോടെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നാളെ 2024 സെപ്റ്റംബർ മാസം 4-ാം തീയതി ബുധനാഴ്ച ദിവസം 1200-ാം ആണ്ട് ചിങ്ങമാസം 19-ാം തീയതി, ഇന്ത്യൻ തീയതി ഭാദ്രപദ മാസം 13-ാം തീയതി. നാളത്തെ സൂര്യോദയം രാവിലെ 6:17 അസ്തമയം വൈകുന്നേരം 6:26 നാളത്തെ ഉദയാൽപരം തിഥി പ്രഥമ തിഥിയാണ്. പ്രഥമ തിഥി ബുധനാഴ്ച രാവിലെ 9:47 വരെയുണ്ട്. അത് കഴിഞ്ഞാണ് 9:47 മുതലാണ് ദ്വിതീയ തിഥി ആരംഭിക്കുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. നാളത്തെ ഉദയാൽപരം നക്ഷത്രം ഉത്രം നക്ഷത്രമാണ്. ഉത്രം നക്ഷത്രം ആരംഭിക്കുന്ന സമയം ബുധനാഴ്ച പുലർച്ചെ 3:11 ഉത്രം നക്ഷത്രം അവസാനിക്കുന്ന സമയം വ്യാഴാഴ്ച പുലർച്ചെ 6:15 അതായത് വ്യാഴാഴ്ച സൂര്യോദയത്തിന് അല്പം മുമ്പാണ് ഉത്രം നക്ഷത്രം അവസാനിക്കുന്നത്. വ്യാഴാഴ്ച പുലർച്ചെ 6:15 അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഈ സമയത്ത് ജനിക്കുന്ന കുട്ടികൾ ഉത്രം നക്ഷത്ര ജാതകരാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഉത്രം നക്ഷത്രം അതിൻ്റെ ആദ്യത്തെ ഒരു പാദം ചിങ്ങക്കുറിലും പിന്നീടുള്ള 3 പാദങ്ങൾ കന്നിക്കുറിലുമായിട്ടാണ് ജ്യോതിഷം ക്രമീകരിച്ചിരിക്കുന്നത്. ഉത്തര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗ സമയം എന്ന് പറയുന്നത് ബുധനാഴ്ച പുലർച്ചെ 3:11 മുതൽ ബുധനാഴ്ച സൂര്യോദയം കഴിഞ്ഞ് 9:11 വരെയുള്ള സമയമാണ്. അതായത് ബുധനാഴ്ച പുലർച്ചെ അതിരാവിലെ 3:11 മുതൽ 9:11 വരെയുള്ള സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. 3:11 AM to 9:11 AM ഈ സമയമാണ് ഉത്രം കാൽ നക്ഷത്ര സമയം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ചിങ്ങക്കുറിൽപ്പെട്ട ഉത്രം കാൽ നക്ഷത്ര സമയമാണ് ഞാനിവിടെ എടുത്തു പറഞ്ഞു തന്നത്. ബുധനാഴ്ച രാവിലെ 9:11 മുതൽ വ്യാഴാഴ്ച പുലർച്ചെ 6:15 വരെയുള്ള സമയം, ആ സമയം ഉത്രം മുക്കാൽ നക്ഷത്ര സമയമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഉത്രം നക്ഷത്രം രാത്രി മുഴുവനും ഉണ്ട്. സൂര്യോദയത്തിന്, അതായത് വ്യാഴാഴ്ച സൂര്യോദയത്തിന് അല്പം മുമ്പാണ് അവസാനിക്കുന്നത് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. ഉത്രം നക്ഷത്രപ്രകാരം ഏതൊക്കെ നാളുകാരുടെ ജീവിതത്തിലാണ് നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക, അതിനെക്കുറിച്ച് പറഞ്ഞു തരാം. പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പുണർദം, ആയില്യം, കാർത്തിക, രോഹിണി, പൂരാടം, ഉത്രാടം, പൂരം ഇത്രയും നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുമെന്ന് പറയുന്നു. പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാനിടയുള്ളത് മകം, പൂയം, തിരുവാതിര, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിലാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. മകം, പൂയം, തിരുവാതിര, മൂലം എന്നീ നാളുകാരുടെ ജീവിതത്തിൽ നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യം കൂടി അറിഞ്ഞുകൊള്ളുക. ബാക്കിയുള്ള നാളുകാരെ സംബന്ധിച്ച് സുഖദുഃഖ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം വന്നു ചേരുക എന്നും അറിഞ്ഞിരിക്കുക. ഇനി നാളെ ബുധനാഴ്ച ദിവസമാണ്. പകൽ സമയത്തെ ശുഭസമയമാണ് പറഞ്ഞു തരാൻ പോകുന്നത്. ബുധനാഴ്ച ദിവസം രാവിലെ 6:17 മുതൽ 10:47 വരെ ശുഭസമയമാണ്. പിന്നീട് ഉച്ച കഴിഞ്ഞ് 1:47 മുതൽ 4:47 വരെയും ശുഭസമയമാണ്. അപ്പോൾ ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുക. ബുധനാഴ്ച രാവിലെ 6:17 മുതൽ ഉച്ചയ്ക്ക് മുമ്പ് 10:47 വരെയുള്ള സമയം അനുകൂലമായ സമയമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉച്ച കഴിഞ്ഞ് 1:47 മുതൽ 4:47 വരെയും ശുഭസമയമാണ്. ഈ സമയം നോക്കി പ്രധാനപ്പെട്ടതായ കാര്യങ്ങളൊക്കെ ചെയ്തെടുത്ത് ജീവിത വിജയം നേടണമെന്ന് ജ്യോതിഷം ആഗ്രഹിക്കുന്നു. ഇനിയും സംഖ്യാശാസ്ത്രമാണ് പറയുന്നത്. സംഖ്യാശാസ്ത്രം പറയുന്നത് ഇംഗ്ലീഷ് മാസത്തീയതി വെച്ചാണ്. നാളത്തെ തീയതി 4 ഏതൊരു മാസത്തെയും 4, 13, 22, 31 എന്നീ തീയതികളിൽ ജനിച്ചവരുടെ ജന്മസംഖ്യ അല്ലെങ്കിൽ 22, 31 ഒറ്റസംഖ്യ ആക്കുമ്പോൾ 4 വരും. അപ്രകാരമുള്ളവർക്ക് നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങളാണ് വന്നു ചേരുക എന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. നിരാശപ്പെടാതെ മഞ്ഞ, നീല, ഇളം നീല നിറങ്ങളുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ നല്ല അനുഭവങ്ങൾ വരും. കൂടാതെ പേരിൽ ഇംഗ്ലീഷ് അക്ഷരമാലയിലെ DMT എന്നീ ഉണ്ടെങ്കിൽ മഞ്ഞ, നീല, ഇളം നീല എന്നീ നിറങ്ങളുള്ള വസ്ത്രങ്ങൾ കൂടി ധരിച്ചാൽ നാളത്തെ ദിവസം ഉത്തമമായ ഫലങ്ങൾ അവരെ തേടി വരും. പ്രതികൂലമായ ഒരു അനുഭവം അവർക്കുണ്ടാകുകയില്ലെന്നാണ് സംഖ്യാജ്യോതിഷം പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആമുഖമായി പറയുവാനുള്ളത്.
ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും എല്ലാ ദിവസവും വീഡിയോ കാണുവാൻ ശ്രമിക്കുക. ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങളാണ് നിത്യം ഈ വീഡിയോയിൽ കൂടി പറയുന്നത്. പ്രിയപ്പെട്ടവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. അത് സശ്രദ്ധയോടുകൂടി പ്രിയപ്പെട്ടവർ കേൾക്കുക, മനസ്സിലാക്കുക, ജീവിതത്തെ ക്രമീകരിക്കുക, നല്ല രീതിയിൽ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകുക. തീർച്ചയായിട്ടും ജീവിത വിജയം ഉണ്ടാകും. ഇനിയും ഈ അധ്യായത്തിൽ പറയുന്ന വിഷയം നക്ഷത്രഫലമാണ്. നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം നാളെ ബുധനാഴ്ച ദിവസമാണ്. നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹം കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്നൊരു ദിവസമാണ്. അതായത് ബുധനാഴ്ച ദിവസം ഉച്ചയ്ക്ക് മുമ്പായിട്ട് ഈ ബുധൻ ചിങ്ങൻ രാശിയിലേക്ക് വരും. അതിനുശേഷം 23-ാം തീയതി സെപ്റ്റംബർ മാസം 23-ാം തീയതി വീണ്ടും കന്നി രാശിയിലേക്ക് പോകും. ഇപ്പോൾ സെപ്റ്റംബർ 4-ാം തീയതി 11 മണി കഴിയുമ്പോൾ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്നു. വീണ്ടും സെപ്റ്റംബർ 23-ന് കന്നി രാശിയിലേക്ക് അതിൻ്റെ മൂലക്ഷേത്രമായ കന്നി രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തും. അപ്പോൾ ചിങ്ങൻ രാശിയിൽ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം നിൽക്കുന്നത് അത്ര നല്ലതല്ല. കുറച്ച് ദിവസം നിന്നു, അതിനുശേഷം വക്രത്തിലാണ് പോയത്. വീണ്ടും ആ ഗ്രഹം തിരിച്ചു വരികയാണ്. അപ്പോൾ കുറച്ച് ദിവസം, അതായത് കർക്കിടകൻ രാശിയിലേക്ക് ബുധൻ പോയപ്പോൾ കുറേ നാളുകാരുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങളൊക്കെ വന്നു ചേർന്നു. വീണ്ടും ഈ ബുധൻ കർക്കിടകം വിട്ട് ചിങ്ങത്തിലേക്ക് വരുമ്പോൾ കുറച്ച് നാളുകാർക്ക് കുറച്ച് ദിവസം, അതായത് സെപ്റ്റംബർ മാസം 23-ാം തീയതി വരെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ നിന്നാൽ അത്ര നല്ലതല്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതുപോലെ തന്നെ ജീവിതത്തിൽ സുഖക്കുറവുകളൊക്കെ ഉണ്ടാകും, എല്ലാ കാര്യത്തിലും പരാജയം ഉണ്ടാകുമെന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ ആ ചിങ്ങക്കൂറിലേക്കാണ് ബുധൻ വന്ന് നിൽക്കുന്നത്. ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിൽ നിന്നാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാകും. ജീവിതത്തിൽ സുഖാനുഭവങ്ങളൊക്കെ കുറയും, പല കാര്യങ്ങളിലും പരാജയം സംഭവിക്കും. പുരുഷന്മാരാണെങ്കിൽ സ്ത്രീ ആസക്തരാകും എന്നൊക്കെയാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ അത് ഭാവം വെച്ച് നോക്കുമ്പോൾ ചില ഭാവങ്ങൾ പ്രകാരം ബുധൻ അനുകൂലമായ ഫലത്തെ കൊടുക്കും, എന്നാൽ ചില ഭാവങ്ങൾ പ്രകാരം തീരെ ദോഷത്തെയും ചെയ്യും എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് ബുധൻ സൂര്യനുമായിട്ട് ചേർന്നാണ് നിൽക്കുന്നത്. ബുധൻ ഒരു പാപക്ഷേത്രത്തിൽ പാപഗ്രഹവുമായിട്ട് നിന്നാൽ പാപഗ്രഹമായി മാറും. ശുഭഗ്രഹമായ ബുധൻ പാപനായി മാറും. അതും ബുധൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നാളത്തെ ദിവസം ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ ദിവസമാണ്, ബുധനാഴ്ച ദിവസമാണ്. ബുധൻ ഒരു പാപഗ്രഹമായി മാറിയാണ് ഈ ഫലം കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. ചന്ദ്രൻ അമാവാസിയൊക്കെ കഴിഞ്ഞു ബലവാനായി വരുന്നു. നാളത്തെ ദിവസം ചന്ദ്രനും നിർണായകമായ സ്വാധീനമുണ്ട്. കാരണം ഉത്രം കാൽ നക്ഷത്രം വരെ ചന്ദ്രന് ബലമുള്ള ഒരു സമയമാണ്. അപ്പോൾ അത് കഴിഞ്ഞാലും ചന്ദ്രന് അല്പം ബലമുണ്ട്. കാരണം ചന്ദ്രനെ വ്യാഴം വീക്ഷിക്കുന്ന ഒരു സമയം കൂടിയാണ്. ഉത്രം മുക്കാൽ നക്ഷത്രത്തിലേക്ക്, അതായത് കന്നി രാശിയിലേക്ക് ചന്ദ്രൻ കടക്കുമ്പോൾ ഉത്രം മുക്കാൽ നക്ഷത്രത്തിൽ നിൽക്കുന്ന സമയം വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രന് വരുന്നുണ്ട്. അപ്പോൾ ചന്ദ്രന് വ്യാഴത്തിൻ്റെ ദൃഷ്ടി, അതായത് വ്യാഴം എന്ന് പറയുന്ന ഗ്രഹത്തിന് 5-ാം ഭാവത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ഇടവക്കൂറിൽ നിൽക്കുന്ന വ്യാഴം 5-ാം ഭാവത്തിൽ വരുന്ന കന്നിക്കൂറിലേക്ക് വരുന്ന ഉത്രം മുക്കാൽ നക്ഷത്രത്തിലേക്ക് വരുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്നു. അപ്പോൾ ചന്ദ്രന് ഒരു ശുഭഗ്രഹത്തിൻ്റെ പൂർണ്ണ ബലം ലഭിക്കുന്നത് കൊണ്ട് ചന്ദ്രൻ നാളത്തെ ദിവസം ബലവാനായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ സമ്മിശ്രമായ അനുഭവങ്ങളായിരിക്കും നാളത്തെ ദിവസം ഈ ജാതകർക്ക്, 27 നക്ഷത്ര ജാതകർക്ക് വരിക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം ബുധനും ബുധൻ്റെ ഫലത്തെ കൊടുക്കും, ചന്ദ്രനും ഫലത്തെ കൊടുക്കും എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ചന്ദ്രന് അമാവാസി കഴിഞ്ഞ് പ്രഥമ ദ്വിതീയ തിഥി ആയിട്ടുള്ളൂ എങ്കിൽ പോലും ഈ വ്യാഴം എന്ന് പറയുന്ന ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടിയാണ് ചന്ദ്രന് മേൽ പതിക്കുന്നത്. അപ്പോൾ ഒരു ശുഭഗ്രഹത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രൻ്റെ മേൽ പതിക്കുന്നതുകൊണ്ട് ചന്ദ്രൻ ബലവാനാകും. അതാണ് എൻ്റെ പ്രത്യേകിച്ച് ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ചന്ദ്രൻ്റെ ഉച്ചക്ഷേത്രമായ ഇടവൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴമാണ് ഈ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ ചന്ദ്രൻ ബലവാനായിട്ട് നാളത്തെ ദിവസം ശോഭിക്കും. എങ്കിലും ബുധൻ എന്ന് പറയുന്ന ഗ്രഹവും അതിൻ്റേതായ ഫലത്തെ കൊടുക്കും. ബുധൻ പാപഫലമാണ് കൊടുക്കുന്നത്, ചന്ദ്രൻ നേട്ടത്തെ കൊടുക്കും. അതായത് നാളത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ,
ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളായി രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നവർക്ക് വേണ്ടി ആരെങ്കിലും പൂജയോ പ്രാർത്ഥനയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് നാളത്തെ ദിവസം പൂർണ്ണ സൗഖ്യം ഉണ്ടാവൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗത്താൽ ഭാരപ്പെട്ട് അവർക്ക് വേണ്ടി അവരുടെ രോഗസൗഖ്യത്തിനു വേണ്ടി ഒരു പൂജയോ പ്രാർത്ഥനയോ നവഗ്രഹങ്ങളെ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ചന്ദ്രൻ എന്ന് പറയുന്ന ഗ്രഹം ഉത്രം മുക്കാൽ നക്ഷത്രത്തിലേക്ക് കടക്കുമ്പോൾ അവർക്ക് രോഗസൗഖ്യമുണ്ടാകും. അവരുടെ ആ പ്രതിസന്ധി മാറും. അതാണ് നവഗ്രഹ പൂജ എന്ന് പറയുന്നത്. ആ നവഗ്രഹത്തെ പൂജിച്ചാൽ നവഗ്രഹം ബലവാനാകുമ്പോൾ ആ ജാതകന് പൂർണ്ണ സൗഖ്യം അല്ലെങ്കിൽ ആ ജാതകൻ ആഗ്രഹിക്കുന്ന കാര്യത്തെ നടത്തി കൊടുക്കും. പക്ഷെങ്കിൽ അവിടെ നവഗ്രഹ പൂജ ചെയ്തിരിക്കണം. നമ്മൾ ഒരാളോട് ചോദിക്കാതെ അയാൾ പണം തരുമോ? എന്നാൽ ഇരിക്കട്ടെ, നമ്മൾ ആരും പണം തരത്തില്ല. എനിക്കൊരു ആവശ്യമുണ്ട്, 500 രൂപ തരണം അല്ലെങ്കിൽ 1000 രൂപ തരും. അല്ലെങ്കിൽ ആ ഓൺ ദ സ്പോട്ടിൽ തരാൻ നിർവാഹമില്ലെങ്കിൽ ഞാൻ നാളെ തരാം എന്ന് പറയും. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ചന്ദ്രൻ ബലം തരാൻ നിർവാഹമില്ലാത്തൊരു സാഹചര്യത്തിൽ രോഗിയായിട്ട് ഭാരപ്പെട്ടു. ചന്ദ്രനാണ് ഒരു ജാതകൻ്റെ, ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിക്കുന്ന ഗ്രഹം. അപ്പോൾ ചന്ദ്രൻ ബലഹീനനായാൽ ഈ വ്യക്തിയും ബലമില്ലാത്തൊരവസ്ഥയിലായി. അപ്പോൾ ഒരു വ്യക്തിക്ക് മരണം സംഭവിക്കുന്നത് ശനി എന്ന് പറയുന്ന ഗ്രഹം അഷ്ടമത്തിൽ സഞ്ചരിക്കുമ്പോൾ, അഷ്ടമത്തിൽ നിൽക്കുന്ന ശനി ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് മരണം ഉണ്ടാകുന്നത്. അവിടെ അതായത് ശനി ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്നു. ആ ശനി ജാതകൻ്റെ അഷ്ടമത്തിൽ ആയുർഭാവത്തിൽ നിൽക്കുമ്പോൾ, ആയുർഭാവത്തിൽ നിന്നുകൊണ്ട് മാരകനായിട്ട് ഈ ചന്ദ്രനെ വീക്ഷിക്കുമ്പോഴാണ് ശത്രുതയുണ്ടായി ആ മനുഷ്യൻ്റെ മനസ്സും ശരീരവും നിശ്ചലമായി മരണപ്പെട്ടു പോകുന്നത്. അങ്ങനെയാണ് ജ്യോതിഷത്തിൽ കൂടി ഈ ശനിയുടെ അഷ്ടമത്തിലെ ശനി മരണത്തെ കൊടുക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഒരു പ്രതിസന്ധി വരുമ്പോൾ പ്രാർത്ഥന പൂജ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരാളോട് നിങ്ങൾക്ക് ധനം ആവശ്യമാണ്, 5000 രൂപ ചോദിച്ചാലേ തരത്തുള്ളൂ, ചോദിക്കാതെ ആരും തരത്തില്ല. അപ്പോൾ അവർക്ക് ചോദിക്കുന്നത് എങ്ങനെയാണ്? അവരോട് സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ചോദിക്കണം, അല്ലേ? സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ചോദിച്ചാൽ അവർ നമ്മുടെ ആ ചോദ്യവും നമ്മുടെ മുഖഭാവവും നമ്മുടെ ആവശ്യകതയും ഒക്കെ മനസ്സിലാക്കി നമുക്ക് തരും. അതുപോലെ തന്നെയാണ് നവഗ്രഹ പൂജ. ഓരോ ദിവസത്തെ പൂജയും പ്രാർത്ഥനയും ഒക്കെ അങ്ങനെയാണ്. ഗ്രഹങ്ങളോടുള്ള ഒരു ആദരവ്, ആ ഗ്രഹങ്ങളെ നമ്മൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു, അവർക്ക് വേണ്ടിയതായ കാര്യങ്ങളൊക്കെ പൂജയിൽ കൂടി ചെയ്യുന്നു. അപ്പോൾ ആ ഗ്രഹം പ്രസാദിക്കുമ്പോൾ, ആ ഗ്രഹത്തിന് ശക്തി വർദ്ധിക്കുമ്പോൾ നമ്മുടെ കാര്യമാണ് ആദ്യം ആ ഗ്രഹം ചെയ്തു തരിക. അങ്ങനെയാണ് ഈ രോഗസൗഖ്യമൊക്കെ ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അമാവാസിയായിരുന്നു, ചന്ദ്രന് ബലമില്ലാത്ത ദിവസമായിരുന്നു. അപ്പോൾ അതേ സമയത്ത് ചന്ദ്രൻ കന്നി രാശിയിൽ വന്നപ്പോഴാണ് അമാവാസി എങ്കിൽ ചന്ദ്രൻ പൂർണ്ണ ബലവാനാണ്. കാരണം വ്യാഴത്തിൻ്റെ ദൃഷ്ടി ചന്ദ്രന് മേൽ വന്ന് പതിക്കുകയാണ്. അപ്പോൾ ചന്ദ്രൻ പൂർണ്ണ ബലവാനായതുകൊണ്ട് അമാവാസി ആയാലും ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. പക്ഷെങ്കിലും അമാവാസിക്ക് ചന്ദ്രൻ അല്പം ബലമുണ്ടായിരുന്നു. കാരണം ചന്ദ്രൻ്റെ കേന്ദ്രഭാവത്തിലായിരുന്നു വ്യാഴം നിന്നത്. അതുകൊണ്ട് അല്പം ബലം ഉണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും ബലമില്ലാത്ത അവസ്ഥയല്ലായിരുന്നു. ചന്ദ്രൻ ഒട്ടും തന്നെ ബലമില്ലെങ്കിൽ പ്രകൃതി ദുരന്തം അല്ലെങ്കിൽ പ്രകൃതിക്ഷോഭം ഉണ്ടാകും എന്നുള്ളതാണ് ജ്യോതിഷം പറയുന്ന കാര്യം. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് നക്ഷത്രഫലം ചിന്തിക്കാം. നക്ഷത്രഫലം മേടക്കൂറിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തിക കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം ബുധനാഴ്ച ദിവസമാണ്. ബുധനാഴ്ച ദിവസത്തിൻ്റെ അധിപനായ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ബുധനാഴ്ച ദിവസം 11 മണി കഴിയുമ്പോൾ ചിങ്ങൻ രാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്നു. ആ സമയം ചന്ദ്രൻ ഈ കന്നിരാശിയിലേക്ക് രാശിപ്പാർച്ച നടത്തുന്നു. കന്നിരാശിയിലേക്ക് മാറുന്നു, ഉത്രം മുക്കാലിലേക്ക് മാറുന്നു. അങ്ങനെ നോക്കുമ്പോൾ ബുധൻ 5-ലും ചന്ദ്രൻ 6-ലുമാണ് നിൽക്കുന്നത്. 5-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ജാതകർക്ക് നല്ല അനുഭവത്തെയാണ് കൊടുക്കുന്നതെന്നാണ് ജ്യോതിഷം പറയുന്നത്. സൽപുത്ര ഭാഗ്യം, മന്ത്രതന്ത്രങ്ങളിൽ പ്രാവീണ്യമൊക്കെ നേടുന്ന ഒരു അനുഭവത്തെ കൊടുക്കും. വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസം ചെയ്യാനുള്ള കഴിവ് കൊടുക്കും, സമ്പത്ത് കൊടുക്കും, സുഖാനുഭവ യോഗം കൊടുക്കും, ദൈവിക ശക്തി കൊടുക്കും. അങ്ങനെ ഒരുപാട് നേട്ടങ്ങളെ കൊടുക്കുമെന്നാണ് പറയുന്നത് 5-ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ. പക്ഷെങ്കിൽ ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം 5-ാം ഭാവമായിട്ട് നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്. ചിങ്ങൻ രാശിയിൽ ഇങ്ങനെ ബുധൻ നിന്നാൽ ഈ സുഖാനുഭവങ്ങളോ യോഗങ്ങളോ ഈ നേട്ടങ്ങളോ വിദ്യാർത്ഥികൾക്കുള്ള നേട്ടങ്ങളോ ധനപരമായ നേട്ടങ്ങളോ ഒന്നും കാര്യമായി ഉണ്ടാകത്തില്ലെന്നാണ് ജ്യോതിഷം പറയുന്നത്. പ്രത്യേകിച്ച് അവിടെ സൂര്യൻ എന്ന് പറയുന്ന പാപഗ്രഹവുമായിട്ട് ചേർന്നാണ് ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ബുധൻ്റെ ശുഭത്വം നഷ്ടപ്പെട്ടൊരു പാപഗ്രഹമായി മാറുമ്പോൾ ഈ പറഞ്ഞ ഫലങ്ങളൊന്നും, ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളൊന്നും പൂർണ്ണമായിട്ട് ലഭിക്കത്തില്ല. അപ്പോൾ ഒരു 50-60% നേട്ടങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളിലും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. കാരണം ശുഭഗ്രഹം മാറി പാപഗ്രഹമായിപ്പോയി.
ബുധൻ എന്ന് പറയുന്ന ഗ്രഹത്തിൻ്റെ പ്രത്യേകത ഒരു പാപഗ്രഹവുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ സൂര്യൻ ഒരു പാപഗ്രഹമല്ലേ, അതുമായിട്ട് ചേർന്ന് കഴിഞ്ഞാൽ പാപഗ്രഹമായി മാറി പാപഗ്രഹം ചെയ്യുന്നത് പോലുള്ള ഫലങ്ങളെ കൊടുക്കുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. അതിപ്പോൾ പാപഗ്രഹം കൂടുതൽ ശുഭത്വത്തെ ഒന്നും കൊടുക്കത്തില്ല. ഒരു അല്പം ആശ്വാസവും അല്ലെ നേട്ടമൊക്കെ കൊടുക്കുന്നു പറഞ്ഞാലും ഒരു ശുഭഗ്രഹം പൂർണ്ണമായിട്ട് കൊടുക്കുന്ന ഫലത്തെ ഒന്നും കിട്ടത്തില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. അതുപോലെ തന്നെ ചന്ദ്രൻ ഇവർക്ക് 6ാം ഭാവത്തിലാണ്. 6ാം ഭാവം എന്ന് പറഞ്ഞാൽ രോഗം, ദുഃഖം, കടം എന്നിങ്ങനെയുള്ള ശത്രുതയെക്കുറിച്ചുള്ള ഒരു ഭാവമാണ്. ആ ഭാവത്തിലേക്കാണ് ചന്ദ്രൻ വന്ന് നിൽക്കുന്നത്. പക്ഷേങ്കിൽ ചന്ദ്രനെ ഈ ഇടവത്തിൽ നിൽക്കുന്ന വ്യാഴം ദൃഷ്ടി ചെയ്യുന്നത് കൊണ്ട് ഇവർക്ക് രോഗം, ദുഃഖം, കടബാധികൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാലൊന്നും ഇവർ ഭാരപ്പെടുത്തില്ല. പക്ഷേങ്കിൽ ഇവരുടെ ജീവിതത്തിൽ നേട്ടങ്ങളൊക്കെ ഒരു 50-60% മാത്രമേ നാളത്തെ ദിവസത്തിൽ എല്ലാ കാര്യങ്ങളും ഉണ്ടാവുകയുള്ളൂ എന്നാണ് ജ്യോതിഷം പറയുന്നത്. മനുഷ്യജീവിതത്തിലെ ഏത് കാര്യം എടുത്താലും, കുടുംബമാകട്ടെ, ധനമാകട്ടെ, തൊഴിലാകട്ടെ, ദാമ്പത്യം, എല്ലാ കാര്യങ്ങളിലും ഒരു 50-60% സുഖാനുഭവ യോഗങ്ങളെ നാളത്തെ ദിവസം വന്നു ചേരുകയുള്ളൂ എന്നാണ് മേടക്കുറുകാർ അറിഞ്ഞിരിക്കേണ്ടത്. ഇനി ഇടവക്കുറാണ്. ഇടവക്കുറിൽപ്പെട്ട കാർത്തിക, മുക്കാൽ, രോഹിണി, മകരം 2 പാദം നാളുകാരെ സംബന്ധിച്ച് അവരുടെ 4-ൽ ബുധൻ നിൽക്കുന്നു, 5-ൽ ഈ ചന്ദ്രൻ നിൽക്കുന്നു. അപ്പം 4ാം ഭാവത്തിൽ ബുധൻ നിന്ന് കഴിഞ്ഞാൽ അത് ഏറെക്കുറെ നല്ല ഫലത്തെ കൊടുക്കുമെന്നാണ് പറയുന്നത്. ധനനേട്ടം കൊടുക്കും, അല്ലെങ്കിൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടത്തെ കൊടുത്താൽ പോലും ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. അതൊരു വിഷയമാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. ബന്ധുമിത്രാദികളുടെ സഹകരണം കിട്ടും, പക്ഷെങ്കിൽ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് ജ്യോതിഷം പറയുന്നുണ്ട്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം ഇവരുടെ 5ാം ഭാവത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. 5ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ ഇവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം വീക്ഷിക്കുന്നതുകൊണ്ട് കാര്യവിജയമൊക്കെ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട്. പക്ഷെങ്കിൽ അവിടെ ഒരു പ്രതിസന്ധി വന്നു ചേരുന്നത് ഈ ചന്ദ്രൻ നിൽക്കുന്ന കന്നി രാശിയിൽ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ശുക്രൻ നിൽക്കുന്നു. അതുപോലെ തന്നെ ചന്ദ്രനെ ശത്രുവായിട്ട് കാണുന്ന ബുധൻ്റെ ക്ഷേത്രത്തിലാണ് ചന്ദ്രൻ നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രന് പൂർണ്ണമായിട്ടുള്ള ഫലത്തെ ഈ ജാതകർക്ക് കൊടുക്കാൻ പറ്റത്തില്ല. ഈ ജാതകം എന്നല്ല, നാളെ ഈ 12 കൂറുകാർക്കും നേട്ടത്തെ ഒന്നും കാര്യമായിട്ട് ചന്ദ്രന് കൊടുക്കാൻ പറ്റുന്നൊരു സമയമല്ല. പക്ഷേ ചന്ദ്രന് വ്യാഴത്തിൻ്റെ ദൃഷ്ടിയുണ്ട്. വ്യാഴത്തിൻ്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ഒരു 60-70% ഫലം കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് ഒരു പ്രത്യേകത. അപ്പോൾ നാളത്തെ ദിവസം ഇടവക്കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ഈ ചന്ദ്രൻ അവരുടെ ചന്ദ്രൻ ത്രികോണഭാവത്തിലും ബുധൻ കേന്ദ്രഭാവത്തിലുമാണ് നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്ന ബുധനാണ് കൂടുതൽ ബലം. അതാണ് മനസ്സിലാക്കേണ്ട കാര്യം. അപ്പോൾ ബുധനാണ് നാളത്തെ. അപ്പോൾ ബുധൻ ഇവർക്ക് ഈ ഇടവക്കുറിൽപ്പെട്ടവർക്ക് കാര്യവിജയം ഒന്നും ഉണ്ടാക്കി കൊടുക്കുന്ന ദിവസമല്ല. ഏത് കാര്യത്തിൽ ഇടപെട്ടാലും തടസ്സവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. സുഖാനുഭവങ്ങൾക്ക് കുറവ് വരും, ധനപരമായ നേട്ടത്തിന് കുറവ് വരും. അപ്പോൾ അങ്ങനെ പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ ആയിരിക്കും നാളത്തെ ദിവസം കൂടുതലായിട്ട് വന്നു ചേരുക. എങ്കിലും ആശ്വാസത്തിന് വകയായിട്ടൊരു 50% ഒക്കെ നേട്ടം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരാവുന്നൊരു ദിവസവുമാണെന്നുള്ളതും അറിഞ്ഞിരിക്കുക. ഇനി മിഥുനക്കുറാണ്. മിഥുനക്കുറിൽപ്പെട്ട മകരം 2 പാദം, തിരുവാതിര, പുണർതം, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 3ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, 4ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. ചന്ദ്രൻ 4ാം ഭാവത്തിൽ നിന്നാൽ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള നേട്ടങ്ങൾ ഉണ്ടാകും, തൊഴിൽഗുണം ഉണ്ടാകും, ദാമ്പത്യ ജീവിത വിജയം ഉണ്ടാകും. അങ്ങനെ സകലവിധ നേട്ടങ്ങളും വന്നു ചേരുമെന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷേങ്കിൽ ഈ 3ാം ഭാവത്തിൽ ബുധൻ നിന്നാൽ 3ാം ഭാവത്തിൽ നിന്നാൽ ബുധൻ ദോഷത്തെ ചെയ്യുമെന്നും പറയുന്നു. ദാമ്പത്യ ജീവിത പ്രശ്നങ്ങൾ, ബന്ധുക്കളുമായിട്ട് ശത്രുത, കലഹം, അഭിപ്രായ വ്യത്യാസം, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. സഹോദരങ്ങളുമായിട്ടുള്ള ശത്രുതയൊക്കെ വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് ജ്യോതിഷം പറയുന്നത്. അപ്പോൾ 4ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ പൂർണ്ണമായിട്ട് ഇവർക്ക് നേട്ടത്തെ നാളെ കൊടുക്കുമോ എന്ന ചോദ്യത്തിന് നമുക്ക് ഒരു ശരിയായിട്ടുള്ള ഒരു ക്ലാരിറ്റി വന്നു ചേരത്തില്ല അതിന് ഉത്തരം പറയാനായിട്ട്. കാരണം ഈ ചന്ദ്രൻ്റെ സ്ഥിതി മോശമല്ലേ. ചന്ദ്രൻ 4ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, കേന്ദ്രഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പോലും ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ചന്ദ്രൻ്റെ 12ലാണ് നിൽക്കുന്നത്. അപ്പോൾ ചന്ദ്രൻ എത്ര കൊന്നെ കൊടുക്കാൻ ശ്രമിച്ചതെന്ന് പറഞ്ഞാലും 12ൽ നിൽക്കുന്ന, നഷ്ടഭാവത്തിൽ നിൽക്കുന്ന ആ രാശിയുടെ അധിപൻ ഇതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. അപ്പോൾ നേട്ടങ്ങൾ ഈ മിഥുനക്കുറുകാർക്ക് നാളത്തെ ദിവസം നേട്ടം വന്നു ചേരുവാൻ ഇവരുടെ മാതാവ് ശ്രമിക്കും, അല്ലെങ്കിൽ അമ്മാവന്മാർ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവരുടെ തൊഴിൽ മേഖലയിൽ ഉള്ള ശ്രമം ഉണ്ടാകും. പക്ഷെങ്കിൽ ഈ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു പോകുവാൻ, ഉദ്ദേശിക്കുന്ന നേട്ടം കൈവരിക്കുവാൻ പറ്റിയെന്ന് വരത്തില്ല. അത് അവിടെ ചുറ്റുമുള്ള ശത്രുതകൾ കൊണ്ട്, അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലാണെങ്കിലും അവിടെ പാരവഴി ഉണ്ടാകും, ചുറ്റുമുള്ള ശത്രുതകൾ ഉണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പ്രതിസന്ധികളൊക്കെ വന്നതുകൊണ്ട് നേട്ടങ്ങൾ പൂർണ്ണമായിട്ടും കൈവരിക്കാൻ പറ്റുന്ന ഒരു ദിവസമല്ല. നാളെ ഇപ്പോൾ ഒരു കാറ് വാങ്ങിക്കാൻ പോയാൽ പോലും അവിടെ ചെല്ലുമ്പോൾ അത് വളരെ പ്രതീക്ഷയോടു കൂടിയാണ് പോകുന്നതെങ്കിലും അവിടെ ചെല്ലുമ്പോൾ എന്തെങ്കിലും സാങ്കേതികമായ തടസ്സം വന്ന് അതിനെ കൈവശപ്പെടുത്തും, അല്ലെങ്കിൽ വാങ്ങിക്കാൻ പറ്റിയെന്ന് വരത്തില്ല. നമുക്കൊരു വസ്തു വിൽക്കാനുണ്ടെങ്കിൽ പോലും നമുക്കത് അവിടെ ചെന്ന് അത് വിൽക്കാനായിട്ടെല്ലാം എന്തെങ്കിലും തടസ്സം പറഞ്ഞ് അത് തട്ടിപ്പോവും. അപ്പോൾ ഇങ്ങനെ നേട്ടങ്ങൾ
അടുത്തേക്ക് വരുവാനുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ശത്രുത കൊണ്ട് ചുറ്റുമുള്ള സാങ്കേതികമായ ശത്രുതകൾ കൊണ്ട് അതൊക്കെ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു അനുഭവം പോലെ ആയിരിക്കും നാളത്തെ ദിവസം മിഥുനക്കുറുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രത്യേകിച്ച് മിഥുനക്കുറുകാർക്ക് ഇപ്പോൾ 12-ൽ വ്യാഴം നിൽക്കുന്നു. 12-ൽ നിൽക്കുന്ന വ്യാഴമാണ് ഈ ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നതും, അതും പ്രത്യേകം മനസ്സിലാക്കുക. അപ്പോൾ ഈ ചന്ദ്രൻ്റെ 12-ലാണ് നാളത്തെ ദിവസത്തിൻ്റെ അധിപനും നിൽക്കുന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ നാളത്തെ ദിവസം മിഥുനക്കുറുകാരെ സംബന്ധിച്ച് അത്ര നേട്ടമുള്ള ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി കർക്കിടകക്കുറാണ്. കർക്കിടകക്കുറിൽപ്പെട്ട പുണർതം കാലപൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് 12-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴം ഈ നാളുകാരുടെ 3-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനെ വീക്ഷിക്കുന്നു. അത് മുഖേന കർക്കിടകക്കുറുകാർക്ക് നാളത്തെ ദിവസം നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ പ്രതീക്ഷയ്ക്കൊത്ത് വന്നു ചേരണമെന്നില്ല. അവിടെ ചന്ദ്രന് ചില പ്രതിസന്ധികൾ ഉള്ളതുകൊണ്ട്, ചന്ദ്രൻ നിൽക്കുന്ന ആ സ്ഥാനത്ത് ചില പ്രതിസന്ധികളൊക്കെ ഉള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നതിനുള്ള നേട്ടങ്ങളൊന്നും വന്നു ചേരത്തില്ല. പക്ഷെങ്കിൽ 2-ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നു. ബുധൻ ഒരു പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ പോലും കലാകാരന്മാർക്ക് ഏറെക്കുറെ നല്ല അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം. കലാകാരന്മാർക്ക് ധനപരമായ നേട്ടം അവർക്ക് ശോഭിക്കാൻ ഏറെക്കുറെ പറ്റുന്നൊരു ദിവസമാണ്. കാരണം അവിടെ ശത്രുതകളൊക്കെ ഉണ്ടാകും, അതും മറ്റൊരു വിഷയമാണ്. എന്തായാലും അല്പം നേട്ടവും അതുപോലെ തന്നെ കോട്ടവും വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും കർക്കിടകക്കുറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ള. പ്രത്യേകിച്ച് കലാപരമായ മേഖലകൾ പ്രശ്നം നടക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ നാളത്തെ ദിവസം ശത്രുതയും ഒപ്പം തന്നെ സ്വന്തം കഴിവുകൊണ്ടുള്ള നേട്ടവും പ്രതീക്ഷിക്കാം. പക്ഷെങ്കിൽ ഇതൊന്നും കൈവരിക്കണമെന്നില്ല. സാഹചര്യങ്ങൾ അത്ര അനുകൂലമായല്ല. ശത്രുതയുടെ സാഹചര്യങ്ങളിലാണ് പോകുന്നത് എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ശത്രുത ആണ് ചുറ്റും, അതാണൊരു വിഷയം. ഇപ്പോൾ അത് ശത്രുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ക്ലാരിറ്റി ഒന്ന് വരുത്തിത്തരാം. ശത്രുത എന്ന് പറഞ്ഞാൽ ചന്ദ്രൻ നിൽക്കുന്ന രാശി എന്ന് പറയുന്നത് കന്നി രാശിയാണ്. കന്നി രാശിയുടെ അധിപൻ എന്ന് പറയുന്ന ബുധൻ നിൽക്കുന്നത് ചന്ദ്രൻ നിൽക്കുന്നതിൻ്റെ 12-ലാണ്. അപ്പോൾ ചന്ദ്രൻ അവിടെ പോയി നിന്ന്, അതായത് പ്രിയപ്പെട്ടവർ ഒന്ന് മനസ്സിലാക്കുക, നിങ്ങൾ ഒരു സ്ഥലത്ത് പോയി നിന്നു, നിങ്ങൾ നിൽക്കുന്ന സ്ഥലം ശത്രുതയുടെ നടുവിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ചുറ്റും ശത്രുക്കളാണ്. നിങ്ങളവിടെ ദൂരെ നിന്ന് നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി, ഫോണിൽ കൂടിയൊക്കെ നിങ്ങളെ നിയന്ത്രിക്കുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞ വ്യാഴം നിങ്ങൾക്ക് വേണ്ടി ശക്തി തരുന്നു. പക്ഷേ നിങ്ങൾക്ക് അവിടുത്തെ ആ സാഹചര്യം പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു അല്ലാത്തത് കൊണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് രക്ഷപ്പെടാനല്ലേ നോക്കുകയുള്ളൂ എന്ന് പറഞ്ഞതുപോലെയാണ് നാളത്തെ ദിവസവും ഈ അനുഭവങ്ങളൊക്കെ വരുന്നത്. ചുറ്റുമുള്ള ശത്രുതകൾ കൊണ്ട് നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കേണ്ടതാണ്, പക്ഷേ അത് നഷ്ടപ്പെട്ടു പോകും. എല്ലാ കാര്യങ്ങളും ജീവിതാനുഭവങ്ങളിലൊക്കെ നാളത്തെ ദിവസം അങ്ങനെയാണ് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽപ്പെട്ട മകം, പൂര, ഉത്രം, കാൽ നാളുകാരെ സംബന്ധിച്ച് അവരുടെ ജന്മഭാവത്തിൽ ബുധൻ നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു. അതുപോലെ തന്നെ അവരുടെ കേന്ദ്രഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, 2-ൽ ചന്ദ്രൻ നിൽക്കുന്നു, 2-ൽ ശുക്രൻ നിൽക്കുന്നു. നോക്കുമ്പോൾ എല്ലാം നല്ല ഗ്രഹസ്ഥിതിയാണ്. അപ്പോൾ പക്ഷെങ്കിൽ ഇവിടെ ഉദ്ദേശിച്ചതുപോലെയുള്ള നേട്ടങ്ങളൊന്നും നാളത്തെ ദിവസം വന്നു ചേരുകയില്ലെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. കാരണം ഇവരുടെ 2-ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഇവരുടെ 12-ാം ഭാവത്തിൻ്റെ അധിപനാണ്. അങ്ങനെ ഓരോന്നും എണ്ണി നോക്കി ഓരോ ഗ്രഹത്തെയും കുറിച്ച് വിലയിരുത്തി കഴിഞ്ഞാൽ ചിങ്ങക്കുറുകാർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുന്നൊരു ദിവസമല്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷേ എങ്കിലും ഒരു 60-70% നല്ല അനുഭവങ്ങൾ നാളത്തെ ദിവസം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. ഓരോ കാര്യങ്ങളെയും കുറിച്ച് കീറി മുറിച്ച് നോക്കിയാൽ, ഓരോ ഗ്രഹങ്ങൾ നിൽക്കുന്ന സ്ഥിതി വെച്ച് നോക്കിയാൽ, ഇപ്പോൾ 2-ൽ ചന്ദ്രൻ നിൽക്കുന്നു, 2-ൽ ശുക്രൻ നിൽക്കുന്നു, നല്ലതാണ്. 2-ൽ ചന്ദ്രൻ നിന്നാൽ മാതാവ് മുഖേന ധനം വരും, കീർത്തി നേടും, പ്രശസ്തി നേടും, സുഖാനുഭവങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ആ ചന്ദ്രൻ നിൽക്കുന്ന രാശിയുടെ അധിപൻ ആ ചന്ദ്രൻ്റെ ഒരു കേന്ദ്രത്തിലോ ത്രികോണത്തിലോ ആയിരുന്നെങ്കിൽ ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ വന്നേനെ. പക്ഷെങ്കിൽ ചന്ദ്രൻ അതിൻ്റെ നിൽക്കുന്ന രാശിയുടെ അധിപൻ 12-ലാണ് നിൽക്കുന്നത്. അപ്പോൾ അവിടെ വലിയ നേട്ടമൊന്നും വന്നു ചേരണമെന്നില്ല. അപ്പോൾ അതൊക്കെയാണ് പ്രശ്നം. അതുപോലെ തന്നെ 2-ൽ നിൽക്കുന്ന ശുക്രൻ സ്ത്രീകൾ മുഖേനയുള്ള ധനനേട്ടത്തെയൊക്കെ കൊടുക്കും എന്നാണ് ജ്യോതിഷം പറയുന്നത്. പക്ഷെങ്കിൽ അവിടെയും ഇവർക്ക് ശത്രുത വന്നു ചേരുന്നു. അങ്ങനെയുള്ള പലവിധ പ്രതിസന്ധികളും വന്നു ചേരുന്നതുകൊണ്ട് ഒരു 60-70% നേട്ടം നാളത്തെ ദിവസം എങ്ങനെ കറക്കിക്കുത്തിയാലും ഒക്കെ കിട്ടും എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാർക്കുള്ള നേട്ടം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി കന്നിക്കൂറാണ്. കന്നിക്കൂറിൽപ്പെട്ട ഉത്രം, മുക്കൽ, അത്തം, ചിത്തിര 2 പാദം നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, 12-ൽ സൂര്യൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. അപ്പോൾ എവിടെയാണ് കട്ടയ്ക്കാണ് നാളെ പിടുത്തം. അതായത് ജന്മഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു, 12-ാം ഭാവത്തിൽ 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു, സൂര്യൻ നിൽക്കുന്നു, ബുധൻ നിൽക്കുന്നു. അപ്പോൾ ജീവിച്ചു പോകാനുള്ള തത്രപ്പാടിൽ അവർ പ്രയത്നിക്കുമ്പോൾ, ജീവിതം നിലനിർത്തിക്കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുമ്പോൾ നഷ്ടപ്പെടുത്തി കളയുവാൻ 2 ഗ്രഹങ്ങൾ തൊട്ട് പുറകിൽ 12-ാം ഭാവത്തിൽ നിൽക്കുകയാണ്. അവരുടെ പുറകിൽ ശത്രുതയാണ് നിൽക്കുന്നത്. അവരെ നഷ്ടപ്പെടുത്തി കളയുവാൻ, അവരെ ഇല്ലാതാക്കുവാൻ, അവർ ചെയ്യുന്ന പ്രവൃത്തികളിലെല്ലാം ദോഷം സംഭവിക്കാൻ, ഫലമില്ലാതാകുവാൻ വേണ്ടി 2 ഗ്രഹങ്ങൾ നിൽക്കുന്നു. അപ്പോൾ ഇങ്ങനെ
ഒരു ഒരു ജീവിത സാഹചര്യമാണ് നാളത്തെ ദിവസം ഈ കന്നിക്കൂറുകാർക്കെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അവർക്ക് രക്ഷപ്പെടാൻ എത്ര ശ്രമിച്ചാലും പക്ഷെങ്കിൽ അവരുടെ പുറകിൽ നിൽക്കുന്ന ആ ദുഷ്ടശക്തികൾ അവരെ പിടിച്ച് വലിച്ച് അവരെ ഒരിക്കലും രക്ഷപ്പെടാൻ അനുവദിക്കാത്തൊരു സാഹചര്യം ആയിട്ടാണ് അവർക്ക് നാളത്തെ ദിവസം എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. അവർ എത്ര ശ്രമിച്ചാലും നാളത്തെ ദിവസം ഉയർന്നു പൊങ്ങാൻ സാധിക്കത്തില്ല. ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു, നല്ല ശക്തിയും ദുഷ്ടശക്തിയും ഒപ്പത്തിനൊപ്പം നിൽക്കുന്നു. അപ്പോൾ എന്ന് പറഞ്ഞൊരു അനുഭവമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു നേട്ടം വന്നു ചേർന്നാൽ പോലും അത് നിങ്ങളൊരു പാപപ്രവൃത്തി ചെയ്തിട്ടായിരിക്കും നിങ്ങൾക്ക് ആ നേട്ടം ഉണ്ടാവുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. ഒരുപക്ഷെ നിങ്ങൾ പാപപ്രവൃത്തി ചെയ്ത് കഴിഞ്ഞാൽ ഈ 12-ൽ നിൽക്കുന്ന 12-ൽ നിൽക്കുന്ന ബുധനും സൂര്യനും നിങ്ങളെ സഹായിക്കും. പക്ഷേ നിങ്ങൾ നല്ല പ്രവൃത്തികൾ ചെയ്താൽ ഈ ബുധനോ സൂര്യനോ നിങ്ങളെ സഹായിക്കത്തില്ല. നിങ്ങളുടെ ജന്മഭാവത്തിൽ നിങ്ങൾ നിൽക്കുന്നത് ചന്ദ്രനാണ്. ചന്ദ്രനെ വ്യാഴം വീക്ഷിക്കുന്നു. അതുപോലെ തന്നെ ശുക്രൻ ഒരു ശുഭഗ്രഹമാണ്, നിങ്ങളുടെ 2-ാം ഭാവത്തിൻ്റെ അധിപനാണ്. നിങ്ങൾക്ക് നേട്ടം വന്നു ചേരേണ്ടതാണ്. പക്ഷെങ്കിൽ അതുപോലെ തന്നെ നിങ്ങളുടെ പുറകിൽ ശത്രുക്കൾ നിൽക്കുന്നത് കൊണ്ട്, ശത്രുത ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഉയർന്നു പോകാൻ പറ്റത്തില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കുന്നത്. 12-ാം ഭാവത്തിൽ നഷ്ടഭാവത്തിൽ നിങ്ങൾ നേടുന്ന നേട്ടത്തെ ഇല്ലാതാക്കുവാൻ 2 ഗ്രഹങ്ങൾ തൊട്ടുപുറങ്ങളിൽ നിൽക്കുന്നു. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അപ്പോൾ നാളത്തെ ദിവസം നിങ്ങൾക്ക് ഉയർന്നു പോകാൻ പറ്റാത്ത ഒരു അനുഭവത്തിൽ കൂടിയായിരിക്കും നിങ്ങൾ കടന്നു പോകുക എന്നുള്ളതാണ് ഒറ്റവാക്കിൽ ഞാൻ പറയുന്നത്. ഇനി തുലാക്കൂറാണ്. തുലാക്കൂറിൽപ്പെട്ട ചിത്ര 2 പാദം ചോതി വിശാഖം മുക്കാൽ നാളുകാരെ സംബന്ധിച്ചു 12-ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു, ശുക്രൻ നിൽക്കുന്നു. 12-ൽ നിൽക്കുന്ന ശുക്രൻ ദോഷത്തെ ചെയ്യുകയില്ല എങ്കിൽ പോലും മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തിനെയും നിയന്ത്രിക്കുന്ന ഗ്രഹമായ ചന്ദ്രൻ 12-ൽ നിന്നാൽ മാനസികവും ശാരീരികവുമായ പിരിമുറുക്കം, അലസത, കാര്യപ്രാപ്തി കുറവ്, തടസ്സങ്ങൾ, ശരീരത്തിൽ മുറിവ് ചതവുകൾ, വീട് വിട്ട് മാറി താമസിക്കുക, അങ്ങനെയുള്ള പ്രതികൂലമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരാം. ഈ ജാതകർക്ക് വന്നു ചേരാം. എന്നാൽ 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധനോ, 12-ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ ഇവർക്ക് കാര്യമായ നേട്ടത്തെ കൊടുക്കത്തില്ല. കാരണം 12-ാം ഭാവമാണെങ്കിൽ പോലും ഈ ബുധൻ എന്ന് പറയുന്ന ഗ്രഹം ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവർക്ക് സുഖാനുഭവങ്ങളും മറ്റു നേട്ടങ്ങളുമൊക്കെ ഉയർന്നു വരത്തില്ല, അല്ലെങ്കിൽ കുറഞ്ഞു പോകുമെന്നുള്ളതാണ് അവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ തുലാക്കൂറുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അത്ര അനുകൂലമായ ദിവസമല്ല. ബുധൻ ഏറെക്കുറെ ഒരു നല്ല ഫലങ്ങൾ ഇവർക്ക് കൊടുക്കും. ജീവിക്കുവാനുള്ള ഒരു പ്രേരണ കൊടുക്കാൻ വേണ്ടി, ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു ആശ്വാസത്തിനായിട്ട് കുറച്ച് നല്ല ഫലങ്ങൾ കൊടുക്കുമെന്നല്ലാതെ വലിയ മെച്ചപ്പെട്ട ഫലങ്ങളൊന്നും നാളത്തെ ദിവസം വന്നു ചേരുകയില്ലെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പ്രത്യേകിച്ച് അഷ്ടമത്തിൽ നിൽക്കുന്ന ചന്ദ്രനാണ് 12-ൽ നിൽക്കുന്ന അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴമാണ് 12-ൽ നിൽക്കുന്ന ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നത്. അപ്പോൾ അവിടെ ദോഷമാണ് സംഭവിക്കുക. അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം തുലാക്കൂറുകാർക്ക് ഇപ്പോൾ മോശ സമയമാകുന്നത് എന്തുകൊണ്ടാണ്? അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ടാണ്. ആ അഷ്ടമത്തിൽ നിൽക്കുന്ന വ്യാഴം 12-ൽ നിൽക്കുന്ന ചന്ദ്രനെയാണ് ദോഷം ചെയ്യുന്നത്. അതായത് ഒരു ദോഷത്തിൽ നിൽക്കുന്ന ഒരു ഗ്രഹം മറ്റൊരു ദോഷത്തിൽ നിൽക്കുന്ന ഗ്രഹത്തെ ദൃഷ്ടി ചെയ്യുമ്പോൾ ദോഷത്തിൻ്റെ ശക്തി കൂടുകയല്ലാതെ കുറയുമോ? ഇല്ല. അവിടെയാണ് മനസ്സിലാക്കേണ്ട കാര്യം. നാളത്തെ ദിവസം പ്രതികൂലമായ അനുഭവങ്ങൾ തന്നെയായിരിക്കും കൂടുതലായിട്ട് വന്നു ചേരുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽപ്പെട്ട വിശാഖം കാലാനുജം കേട്ട നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്ക് ചന്ദ്രൻ 12-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്, ബുധൻ 10-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ബുധനും സൂര്യനും തൊഴിൽ ഭാവമായ 10-ാം ഭാവത്തിൽ നിൽക്കുന്നത് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള വളരെ നേട്ടം കൊടുക്കുന്നൊരു കാര്യമാണ്. പക്ഷേ നിൽക്കുന്ന രാശി ചിങ്ങൻ രാശിയാണ്, പാപക്ഷേത്രമാണ്. അതുകൊണ്ട് ഇവർക്ക് വലിയ നേട്ടങ്ങളൊന്നും വന്നു ചേരുകയില്ല എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പക്ഷെങ്കിൽ ഇവരെ സംബന്ധിച്ചുള്ളൊരു നേട്ടമുണ്ട്. നേട്ടമെന്ന് പറഞ്ഞാൽ ഇവരെ ഗ്രഹസ്ഥിതി നോക്കുമ്പോൾ 7-ാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു, നല്ലതാണ്. അതുപോലെ തന്നെ 8-ൽ ചൊവ്വ നിൽക്കുന്നു, മോശമാണ്. 10-ൽ സൂര്യനും ബുധനും നിൽക്കുന്നു, നല്ലതാണ്. 11-ൽ ചന്ദ്രൻ നിൽക്കുന്നു, നല്ലതാണ്. 11-ൽ ശുക്രൻ നിൽക്കുന്നു, നല്ലതാണ്. അപ്പോൾ ഇവർക്ക് 4-ൽ ശനി നിൽക്കുന്നു, മോശമാണ്. അപ്പോൾ 2 ഗ്രഹസ്ഥിതി മോശവും പിന്നീടുള്ള 3 ഗ്രഹസ്ഥിതികൾ ഇവർക്ക് നേട്ടവുമാണ്. അപ്പോൾ ഇവർക്ക് നാളത്തെ ദിവസം 4-ൽ 3, അതായത് 3/4 ഭാഗം 75% നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ടത്. കാരണം 4-ാം ഭാവത്തിൽ ശനി നിൽക്കുന്നത് ഇവരുടെ വീട് സംബന്ധിച്ചോ കുടുംബസ്വത്ത് സംബന്ധിച്ചുള്ള തർക്കങ്ങളും പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഒരു വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവ സംബന്ധിച്ച് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതൊക്കെ ഫ്രീസായി കിടക്കുന്നൊരു സമയമാണ്. അതെല്ലാം ഒന്നും തൊടാൻ പോലും പറ്റാത്തൊരു അവസ്ഥയെ കൊടുക്കുന്നൊരു സാഹചര്യമാണ് ഈ ശനിയുടെ ദൃഷ്ടി. 7-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴമാകട്ടെ അവർക്ക് ദാമ്പത്യ ജീവിത സുഖം കൊടുക്കുന്നു, വിദേശത്ത് ജോലിക്ക് പോകാനുള്ള സാഹചര്യത്തെ കൊടുക്കുന്നു, തൊഴിൽ മേഖലയെ പുഷ്ടിപ്പെടുത്തുന്നു, അങ്ങനെയുള്ള നല്ല നേട്ടങ്ങൾ കൊടുക്കുന്നു. എന്നാൽ അഷ്ടമത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ജന്മഭാവത്തിൻ്റെ അധിപനാണെങ്കിൽ പോലും അവിടെ ശത്രുതയിലാണ് നിൽക്കുന്നത് കൊണ്ട് അതിൻ്റെതായ മാനസികവും ശാരീരികവും പെരുവിറുക്കങ്ങളും പ്രശ്നങ്ങളൊക്കെ ഈ ജാതകർക്കുണ്ടാകാം.
അതൊരു വിഷയം. അപ്പോൾ വീട് വസ്തു വാഹനം ഭൂമി സംബന്ധിച്ചുള്ള പ്രശ്നം, ഈ ചൊവ്വയുടെ പ്രശ്നം, പിന്നെ ഇത് രണ്ടും ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 10ാം ഭാവത്തിൽ നാളത്തെ ദിവസം ബുധനും ശുക്രനും ഒരുമിച്ച് നിൽക്കുന്നതുകൊണ്ട് ഈ നാളുകാരെ സംബന്ധിച്ച് ഈ സെപ്റ്റംബർ മാസം 23-ാം തീയതി വരെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, അവരുടെ പ്രവർത്തന മേഖലയിൽ ഇവർക്ക് വിജയിക്കാൻ പറ്റുന്ന ദിവസമാണ്. അതാണ് ഈ നാളുകാരെ സംബന്ധിച്ചുള്ള നേട്ടം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ശുഭഗ്രഹമല്ല, ഒരു ശുഭഗ്രഹമാണ്, പക്ഷെങ്കിൽ അത് പാപഗ്രഹമായി മാറിയെങ്കിലും ഒരു ശുഭഗ്രഹം തരുന്നത് പോലെയുള്ള ആ ഒരു ഫലത്തെ ഈ 2 ഗ്രഹങ്ങൾ കൂടി തരുമെന്നുള്ളത് ഒറ്റയ്ക്കൊരു ശുഭഗ്രഹം നിന്നാൽ, ബുധൻ ഒറ്റയ്ക്ക് നിന്നാൽ ശുഭഫലത്തെ തരും. അപ്പോൾ 2 പാപഗ്രഹം ഒരുമിച്ചൊരു കേന്ദ്രഭാവത്തിൽ നിന്നാൽ ഒരു ശുഭഗ്രഹം നിൽക്കുന്ന ഫലത്തെ കൊടുക്കുമെന്നും ജ്യോതിഷം പറയുന്നുണ്ട്. പതിനൊന്നിൽ ചന്ദ്രൻ നിൽക്കുന്ന ഒരു ദിവസമാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്തുകൊണ്ടും 75% നേട്ടം പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി ധനുക്കൂറാണ്. ധനുക്കൂറിൽപ്പെട്ട മൂലം, പുരാടം, ഉത്രാടം, കാൽ നാളുകാരെ സംബന്ധിച്ച് നാളത്തെ ദിവസം അവർക്കും ഏറെക്കുറെ അനുകൂലമായ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ്. അവിടെ 3ാം ഭാവത്തിൽ ശനി നിൽക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് നാളത്തെ ദിവസം 10ൽ ചന്ദ്രൻ നിൽക്കുന്നു, 10ൽ ശുക്രൻ നിൽക്കുന്നു, 9ൽ ബുധനും സൂര്യനും നിൽക്കുന്നു. പിതാവുമായിട്ടുള്ള ശത്രുത ഒഴികെ മറ്റുള്ള എല്ലാ കാര്യങ്ങളും അനുകൂലമായ ഫലങ്ങൾ നാളത്തെ ദിവസം ഇവർക്ക് വന്നു ചേരും. കുടുംബസുഖം, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണം, ദാമ്പത്യ ജീവിത വിജയം, വിദ്യാർത്ഥികൾക്കാണെങ്കിലും അനുകൂലമായ ദിവസം, വ്യാപാര മേഖലയിലുള്ളവർക്കാണെങ്കിലും അനുകൂലമായ ദിവസം, അങ്ങനെ എല്ലാം കൊണ്ടും അനുകൂലമായൊരു ദിവസമാണ്. ഒരു 75% ഫലം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണെന്നുള്ളത് ഈ ധനുക്കൂറുകാർ അറിഞ്ഞുകൊള്ളുക. ഇനി മകരക്കൂറാണ്. മകരക്കൂറിൽപ്പെട്ട ഉത്രാടം, മുക്കാൽ, തിരുവോണം, അവിട്ടം 2 പാദം നാളുകാരോട് പറയുവാനുള്ളത് വളരെ സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് ആദ്യമേ പറഞ്ഞു തരുവാനുള്ളത്. കാരണം അഷ്ടമത്തിൽ 2 ഗ്രഹങ്ങളാണ് നിൽക്കുന്നത്, 2ഉം പാപഗ്രഹമായിട്ടാണ് നിൽക്കുന്നത്. സൂര്യനും ബുധനും നിൽക്കുന്നത്. നിങ്ങൾക്ക് ഭാഗ്യക്കേടുകൾ ഉണ്ടാകാം നാളത്തെ ദിവസം. അതുപോലെ തന്നെ ഏതെങ്കിലും വിധത്തിലുള്ള അനർത്ഥങ്ങൾ വന്നു ചേരാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്നതല്ല നേടാൻ പറ്റുന്നൊരു ദിവസമല്ല. പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നൊരു ദിവസമാണ്. വളരെ സൂക്ഷിക്കണമെന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. നിങ്ങൾക്ക് കുടുംബസുഖമുണ്ട്, ധനപരമായ നേട്ടം, തൊഴിൽ ഗുണമുണ്ട്, എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കുന്നൊരു സമയത്താണ് ബുധൻ ഈ കർക്കിടകൻ രാശിയിൽ നിന്ന് ചിങ്ങൻ രാശിയിലേക്ക് വന്ന കർക്കിടകൻ രാശിയിൽ ബുധൻ നിന്നപ്പോൾ നിങ്ങൾക്ക് വലിയ കുഴപ്പമില്ലാതെ സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ജീവിച്ചു വന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് മാറ്റം വരാൻ പോവുകയാണ്. ബുധൻ അഷ്ടമത്തിലേക്ക് വന്നു, സൂര്യനും അഷ്ടമത്തിൽ നിൽക്കുന്നു. തിക്താനുഭവങ്ങൾ വന്നു ചേരാം, സൂക്ഷിക്കണം എന്നുള്ളതാണ് എനിക്ക് പറഞ്ഞു തരുവാനുള്ളത്. ഇനി കുംഭക്കൂറാണ്. കുംഭക്കൂറിൽപ്പെട്ട ഔട്ടൻ 2 പാദം ചതയം, പൂട്ടാതി, മുക്കാൽ നാളുകാരെ സംബന്ധിച്ച് 6ാം ഭാവത്തിലാണ് 2 പാപഗ്രഹങ്ങൾ നിൽക്കുന്നത്. 6ാം ഭാവത്തിൽ സൂര്യനുണ്ട്, ബുധനുണ്ട്. ബുധൻ 7ാം ഭാവത്തിൻ്റെ അധിപനാണ്. 7ാം ഭാവത്തിൻ്റെ അധിപൻ 6ാം ഭാവത്തിലേക്ക് വന്നു, പാപഗ്രഹമായിട്ട് വന്നു. അപ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ട കാര്യം? ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യയും ഭർത്താവും നല്ല സ്നേഹബന്ധത്തിൽ പോയാലും രോഗത്താൽ ഭാരപ്പെടാം, കടബാധകളാൽ ഭാരപ്പെടാം, ശത്രുതയാൽ ഭാരപ്പെടാം. പക്ഷെങ്കിൽ 6ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യൻ ഇവർക്ക് എന്ത് നൽകും? പിതാവ് മുഖേനയുള്ള നേട്ടങ്ങൾ തരും, ധനധാന്യ സമൃദ്ധി നൽകും. അതുപോലെ തൊഴിലിടങ്ങളിൽ നിന്ന് മേലധികാരികൾ മുഖേനയുള്ള സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നൊരു ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഇനി മീനക്കൂറാണ്. മീനക്കൂറിൽപ്പെട്ട പൂർട്ടാതികാൽ, ഉത്രട്ടാതി, രേവതി നാളുകാരെ സംബന്ധിച്ച് 4ാം ഭാവത്തിൻ്റെ അധിപനായ ബുധൻ 6ാം ഭാവത്തിലേക്ക് കടന്നു പോകുന്നു. അതുപോലെ തന്നെ 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിൽക്കുന്നു. 7ാം ഭാവത്തിൽ ചന്ദ്രൻ നിന്നാൽ തൊഴിൽ ഗുണമുണ്ട്, ധനനേട്ടമുണ്ട്, ദാമ്പത്യ ജീവിത വിജയമുണ്ട്, എല്ലാ കാര്യങ്ങളും അനുകൂലമായി നിൽക്കേണ്ട ഒരു സാഹചര്യമാണ്. പക്ഷെങ്കിൽ ചന്ദ്രൻ അവിടെ ശത്രുതയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് ആ ഭാഗം നേട്ടം ഒന്നും തരികയില്ല. 6ാം ഭാവത്തിൽ നിൽക്കുന്ന സൂര്യനാണ് ഇവർക്ക് നാളത്തെ ദിവസം ധനധാന്യ നേട്ടവും സമൃദ്ധിയും കൊടുക്കുന്നത്. പക്ഷെങ്കിൽ 6ാം ഭാവത്തിൽ നിൽക്കുന്ന ബുധൻ വീട്, വസ്തു, വാഹനം, ഭൂമി എന്നിവയെ സംബന്ധിച്ചുള്ള കടബാധകളും പ്രശ്നങ്ങളും ഒക്കെ കൊണ്ട് ഇവർക്ക് ജീവിതത്തിൽ ക്ലേശം സംഭവിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ള മാനസികവും ശാരീരികമായ ബുദ്ധിമുട്ടുകൾ വന്നു ചേരാനൊക്കെ സാധ്യതയുള്ള ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. ഒരു 50-60% നേട്ടവും 40% തിക്താനുഭവങ്ങളും നാളത്തെ ദിവസം അനുഭവത്തിൽ വന്നു ചേരുന്നൊരു ദിവസമാണ്. എല്ലാ കാര്യങ്ങളും അങ്ങനെയുള്ള അനുഭവമായിരിക്കും വന്നു ചേരുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായി പറഞ്ഞു തരുവാനുള്ളത്. നാളത്തെ ദിവസം മഹാദേവൻ എല്ലാ പ്രിയപ്പെട്ടവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കേരളത്തിൻ്റെ സ്ഥിതി നാളത്തെ ദിവസം രാഷ്ട്രീയപരമായിട്ടുള്ള ശത്രുത വന്നു ചേരുന്നൊരു ദിവസമായിരിക്കും നാളത്തെ ദിവസം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം പറഞ്ഞു നിർത്തട്ടെ. മാസ്റ്റർ മൈൻഡ് ഓഫ് നോളജ്.